ലോങ് റൈഡാണ്. ഫസ്റ്റ് ടൈമാണ് സ്കൂട്ടറിൽ പോകുന്നത് വൈഫ് ഹൗസിലേക്ക്. കുറേ നാൾക്ക് ശേഷമുള്ളതാണ് സ്കൂട്ടറിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടായത്. അങ്ങനെ സ്കൂട്ടറിലാണെന്ന് അല്ല ഷാനോ. ഷാൻ്റെ സ്കൂളിൽ നിന്ന് വീണിട്ട് പല്ലും പോയി, സ്റ്റിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. കർണാടകയാണ്. കല്ലറിയണ്ട വണ്ടി. എന്താ കൊരങ്ങനെ നോക്ക്. ഇതാടെ മരത്തില് മേങ്ങിട്ടാമ റോഡ് സൈഡ് നിർത്തിയിട്ടുണ്ട്. മുള്ളേരിയ നല്ല സ്ഥലമാവും, നല്ല വൈബ്. പോയല്ല ഷാൻ ഉറക്ക് പോയാ? ഷാൻ ഉറങ്ങിക്കൊണ്ടേ വണ്ടിയിൽ. റെഡിയാ ഷിത? പോവാ. കൊരങ്ങ മാന്ത് നമ്മളെ എടുക്കാണ്ട് കാല. പോവാ. അങ്ങനെ കർണാടക കയറി. കർണാടക ഇവിടെ ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ വരെ പോകാണ്ട്. ഷാന് ഭയങ്കര ഉറക്ക്. ഷാന് നല്ല പൊരിഞ്ഞ വെയില്. കാറിൽ വന്നെങ്കിൽ ഒരു 1000 രൂപയുടെ പെട്രോൾ വേണം. സ്കൂട്ടറിലൊരു 400 പെട്രോൾ മതി. 400 വേണ്ട. നെയ്ച്ചോറ് പുറത്തിറച്ചി വെക്കുന്നത്. അവർക്ക് അവിടെ പോയെങ്കിലും ജലദോഷം വന്നിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഇവിടുത്തെ ടൗണിലേക്ക് എത്തി. ഇശ്രമംഗലം ടൗണ്. റിങ്സ് ചെയ്താ റിങ്സ് എടുത്തല്ലോ, അതെടുത്താ. ഇത് 2 വട്ടിക്ക്. ഏത്? ഇതാ ഇതാ ഏത് ഇതാ മഞ്ചിന്റെ ചോക്കോ. ഇത് ഫിൽസാ. ഈ സാധനതാ. മതിയാ. അപ്പൊ പോവാലോ നമുക്ക്. സന്തോഷം വന്നുകൊണ്ട് സൗണ്ട് ഇല്ല. സൗണ്ട് പോയി. ഒന്നിന് കടി കൊള്ളാനാ. അങ്ങനെ 3 കിലോമീറ്ററേ ഉള്ളൂ. 3 കിലോമീറ്റർ. ഒരു കുറ്റി പെട്രോൾ തീർന്നു. അങ്ങനെ എത്തിക്കഴിഞ്ഞു മക്കളെ. ഷാനു എത്തിടാ. എത്തി. കൂട്ടന്ന് വരാൻ ഭയങ്കര ആഗ്രഹം. നമ്മളെത്തിയിരിക്കുക. അങ്ങനെ എത്തി. ഇപ്പൊ എടുക്കണ്ട. വെയിൽ പോട്ടെ. ഇപ്പൊ വെയിൽ തോന്നല്ല. വെക്ക് പെയിലെടുക്കാം. സൈഡ് പറക്കാക്ക്. വരുന്നു.
സ്ഥലങ്ങളെല്ലാം കാണിച്ചു നോക്കട്ടെ. ഇതാണ് എൻ്റെ വൈഫ് ഹൗസിൻ്റെ വരുന്ന വഴി. ഇപ്പോൾ വന്ന് കാണിച്ചില്ല അതന്നെ ആ റൂട്ട്. ഇവിടെ ഫുള്ള് റൈറ്റ് സൈഡ് ഫുള്ള് കൃഷികളാണ്. ഈ സൈഡ് അടക്ക, കുറച്ചപ്പുറത്ത് വാഴ, അങ്ങനത്തെ. പിന്നെ മുകളിൽ വലിയ കുന്നാണ്. നമ്മൾ സ്കൂട്ടർ ഫാമിലിയായിട്ട് വണ്ടി പോകാല, ഇറങ്ങണ്ടല്ലോ. ചെറിയ പഴയ വീട്. ഇന്ന് കുറച്ച് സെറ്റപ്പ് ആക്കിയിട്ട് എടുത്തതാണ്. പിന്നെ വീടിൻ്റെ അകമൊന്ന് കാണിച്ചു തരാം. സീതാ ഒന്ന് വാ പകതാ. വീട് സന്ദർശിക്കൽ. സ്റ്റാറ്റസ് കുക്കിംഗ് മാസ്റ്റേഴ്സ്. എന്താണ് അങ്ങനെ ഫ്രണ്ടിൽ കൂടി കയറി ബാക്കിൽ കൂടി ഇറങ്ങി. ഇത് കിച്ചൻ്റെ സെറ്റപ്പ്. ഇതാരാ വണ്ടി? ഇത് ഡൂക്ക് മൂലക്കെട്ടിരിക്കുന്നത്. ജല്ലു. മൂത്തമാൻ്റെ മോൻ്റെ വണ്ടി, വൈഫിൻ്റെ. അളിയനായിട്ട് വരും. ജലദോഷം, അതിൻ്റെ കൂടെ തണുത്തതും. ഇപ്പം എന്തായാലും കിടക്കട്ടെ. ഇന്നലെ രാത്രി 3 മണിയാണ് ഉറങ്ങുമ്പോൾ. ഹെൽമെറ്റും ഗ്ലൗവും ബാലക്കളവും എല്ലാം ഒന്ന് കഴുകിയിട്ട് വെച്ച്. പിള്ളേരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ തലബന്ധിൽ കിറക്കില്ല ഒരു കൊത്തിക്കറ്റും. ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം? ഇത് എന്താ ഐറ്റം വന്ന് ഉണ്ടാക്കുന്നത്? ചിക്കൻ ബിരിയാണി. അങ്ങനെ എരിവ് പുളിയെല്ലാം റെഡിയാ? സെറ്റാ? ഈ കൂട്ടിയിട് കത്തട്ട്. ഉണ്ടോ പുതിനാട്ടി ഇടലുണ്ടാ? ഇന്നത്ര ഇന്ന് 7 ഡിസംബർ 7 അല്ലേ? 21-ന് പുതിനാട്ടി ആട്ടാണ് എവിടെ നിൽക്കുന്നത്, ഒളിച്ചിരിക്കുന്നത്. ഷെജാനെ എന്താണ്? പോതാ ചാപ്പ ഭയ്യ നോക്കാലോ കുറച്ച് കഴിഞ്ഞ പാട്. എന്നാണ് മെയിൻ വരുന്നത്. എന്ത് പണി? ഓക്കെ അവർക്ക് അടുക്കണപ്പം ജലദോഷം. ഇതാണ് ബെഡ്റൂം. ഓക്കെ അപ്പം ഞാൻ കിടക്കട്ടെ. ഫാനിട്ടിട്ട് ചെറിയൊരു ഉറക്കെല്ലാം കഴിഞ്ഞ് ചിക്കൻ സൽക്കാര, അമ്മായിൻ്റെ സൽക്കാര ബിരിയാണി, മിക്സ് ബിരിയാണി. കല്യാണം കഴിഞ്ഞ പാട് ടേബിള് ഫുള്ളായിരുന്നു. 2 ടേബിള്. 17 ഇപ്പം 25 ആയില്ലേ. ഐറ്റം കുറഞ്ഞ് ടേബിളുകാർ. എന്ത് ബിരിയാണി ഇത്? മിക്സ് ബിരിയാണി, കർണാടക ടേസ്റ്റ്. നല്ല ഉറക്കം കിട്ടി. ഉറങ്ങിയിട്ട് അണിച്ചിട്ടാകുമ്പോൾ സമയം നോക്കി. സമയം ഫുള്ള് പോയി. 6:10. ഇന്നലെ രാത്രി ഏകാന്നുള്ളൊരു ഫിലിം നോക്കാൻ പോയി. അങ്ങനെ അത് പോയിട്ട് വരുമ്പോൾ ഏകദേശം 1 മണിയൊന്നായി. 10:30 ഷോക്ക് പോയി. അതിൻ്റെ ഉറക്കം ക്ഷീണം. പിന്നെ ഉറങ്ങുമ്പോൾ 3 മണിയായി. ഇപ്പം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എല്ലാം പോയി, ടൈം ഔട്ടായി. കുറച്ച് മുകളിലെല്ലാം ഇതിൻ്റെ കുന്നുണ്ടായിരുന്നു, അങ്ങോട്ട് മഞ്ഞ് കാണുന്നുണ്ട്. ഇപ്പോൾ 6 മണി 6:10 മഞ്ഞ് ഇറങ്ങുന്നുള്ളത്. 6 മണി. അളിയൻ വന്നിട്ടുണ്ട്. സ്കൂട്ടർ പുത്തൂർ രജിസ്ട്രേഷൻ വണ്ടി. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് മാടന്ന് തുറന്നൊരു പള്ളിയുണ്ട്, ദർഗ ഇതുള്ളത്. അവിടെ ഒരു ഉറൂസ് പോലത്തെ ഒരു പരിപാടി. അതായത് ഇവിടുത്തെ സ്റ്റുഡൻ്റ് എല്ലാം
പഠിച്ചിട്ട് ഫസ്റ്റ് റാങ്ക് കിട്ടിയവർക്കെല്ലാം ഒരു സമ്മാനം അതങ്ങനത്തെ എന്തോ പരിപാടി. അപ്പോൾ അതൊരു ഉറൂസ് പോലെയാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ അടുത്ത ചന്തയിലും ഇങ്ങനത്തെ ചെറിയ കടകൾ ഉള്ളതിൽ ശരിക്കും ചന്തയല്ല, ഇത് ഫുഡിൻ്റെ കോർട്ട് പോലെ, അതായത് ചറുമുറ്, ചായ, പിന്നെ ഫ്രൂട്ട്സ് അങ്ങനത്തെ എല്ലാം ഉള്ളൊരു സ്പോട്ടാണ്. അവിടെ വന്ന് ജസ്റ്റ് ഒന്ന് നാടൻ ചറുമുറ്, ഇതാണ് ശരിക്കുള്ള ചറുമുറ്. അതെല്ലാം അടിച്ച് വൈഫിൻ്റെ അനിയത്തി ബ്രൗൺ വൈഫാണ്. അപ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞ് എല്ലാം അടിച്ച് ചായ കുടിച്ച് ചറുമുറെല്ലാം അടിച്ച് നമ്മൾ നേരെ അപ്പോൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയാണെന്നുള്ളത്. ഇപ്പോൾ അപ്പോൾ നമ്മൾ ഇവിടുന്നെയാണ് നേരെ നാട്ടിലേക്ക്, കാസർഗോഡ് അല്ല സൈക്കിൾ വരുന്നതാണ്. ഓക്കെ, എക്സ്പോക്ക് നോക്കാം, പോവാം. നമ്മൾ പോണ സമയം 7:50. ഓക്കെ, ഇവിടെ അല്ല ലൈറ്റെല്ലാം നോക്കിയാലോ. കാർഡ് പേയ്മെൻറ്റേ, കാർഡ്. അപ്പോൾ ചെർക്കള ജംഗ്ഷനിലേക്ക് എത്തി. ചെർക്കള ജംഗ്ഷന് ഇവിടെ ഷാവൽ മിൽക്കെല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ ഇനി 5 കിലോമീറ്റർ ഉണ്ട് പേർക്ക്. പൈസ എല്ലാം തീർന്ന്. എക്സ്പോക്ക് നാളെ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് വിടാം.